പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. അധ്യാപക പരിശീലന കോഴ്സുകളായ BEd, TTC മുതലായ കോഴ്സുകൾ പാസ്സായി കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു അധ്യാപകനായിട്ട് ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ ജോലി കിട്ടണമെങ്കിൽ BEd അല്ലെങ്കിൽ TTC യോഗ്യതയോട് കൂടി തന്നെ അതാത് കാറ്റഗറിയിലുള്ള കേറ്ററ്റ് കോഴ്സ് കൂടി പാസ്സായിരിക്കണം. കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PSC തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് നിയമനത്തിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ വളരെ അത്യാവശ്യമാണ് RT, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ കേറ്ററ്റ് നിർബന്ധമാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല കുട്ടികളും ഈ കേറ്ററ്റിന് വേണ്ടിയിട്ട് അപേക്ഷാ സമർപ്പണം കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ചിലരൊന്നും അപ്പം തന്നെ ഇരിക്കില്ല, കുറെ ദിവസം കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ എന്നുള്ള ആൾക്കാർക്ക് 1.5 മാസം 2 മാസമൊക്കെ സമയമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കും. ചിലരൊക്കെ പരീക്ഷയുടെ തലേ ആഴ്ചയിൽ പഠിക്കുന്നവരും ഉണ്ടാവും. അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. വിവിധ കാറ്റഗറിയിൽ പരീക്ഷ എഴുതുന്നവർ തന്നെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരും വ്യത്യസ്തമായിട്ട് പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവരുണ്ടാവും. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, നമുക്ക് നമ്മുടെ കേറ്ററ്റാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ, കേറ്ററ്റാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യമായിരിക്കണം നമ്മുടെ മനസ്സിൽ മുഴുവൻ. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തേണ്ടത്. അതായത് അതിന് കൃത്യമായൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ ഗോളാണ് കേറ്ററ്റ്. ആ കേറ്ററ്റ് പാസ്സാവണമെങ്കിൽ നമുക്ക് മുമ്പൊക്കെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ പടവുകൾ കയറിപ്പോയാൽ മാത്രം നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല. ഇന്ന് കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ രംഗങ്ങളിൽ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഹാബിറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഹാബിറ്റ് ചേഞ്ച് ചെയ്തേ പറ്റും. നമ്മൾ ഹാബിറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കാണുക. അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്താൽ മാത്രമേ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ ഹാബിറ്റ് കൂടി ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ പറ്റുള്ളൂ. നിലവിലുള്ള ഒരുപാട് ഹാബിറ്റ്സുകൾ നമ്മൾ മാറ്റണം. അനാവശ്യമായി സമയം കളയുന്ന സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ശീലം മാറ്റണം. ഒരു പരിധിക്കപ്പുറം ഉറങ്ങുന്ന ശീലം മാറ്റണം. അങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് സമയം വെറുതെ പാഴാക്കുന്നത് നിർത്തണം. അങ്ങനെ അനാവശ്യമായി ടൂറുകൾ ഒഴിവാക്കണം. ഒക്കെ ഈ പരീക്ഷ പാസ്സാവുന്നത് വരെ നമ്മളിങ്ങനെ ചിട്ടപ്പെടുത്തി പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യം നേടാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പം കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാവണം.